നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി പള്ളിപ്പുറം തീരദേശപാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. ഈ ആവശ്യമുന്നയിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു. അഴിമതിയിൽ മന്ത്രി MB രാജേഷിന്റെ പങ്കും അന്വേഷിക്കണമെന്നും VT ബൽറാം ആവശ്യപ്പെട്ടു. പട്ടാമ്പി പള്ളിപ്പുറം തീരദേശപാതയിലെ പാലത്ര മുതൽ കൊടുമുണ്ട വരെയുള്ള പാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ അഴിമതിയാണ് നടത്തിയിരിക്കുന്നതെന്നും ഇതേക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത്. 2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാലത്ര കൊടുമുണ്ട തീരദേശ റോഡ് 1 കോടി രൂപയുടെ അഴിമതിയാണ് നടത്തിയിരിക്കുന്നതെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം കുറ്റപ്പെടുത്തി. ഇക്കാര്യത്തിൽ മന്ത്രി MB രാജേഷിന്റെ പങ്ക് സമഗ്രമായി അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VT ബൽറാം. 20 ദിവസത്തിനകം ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണം, ശിക്ഷാ നടപടിയെടുക്കണം. 20 ദിവസത്തിനകം ഈ റോഡ് പൂർണ്ണമായി പൊളിച്ചു പണിയണം. നമ്മളാരും പറഞ്ഞതല്ല, കോൺഗ്രസോ UDF പ്രതിപക്ഷത്തുള്ള ആരെങ്കിലും പറഞ്ഞതല്ല. ഗവൺമെന്റിന്റെ ചീഫ് ടെക്നിക്കൽ എക്സാമിനർ ഇവിടെ വന്ന് റോഡ് പരിശോധിച്ചതിന് ശേഷം പറഞ്ഞതാണ് 20 ദിവസത്തിനകം ഈ റോഡ് പൂർണ്ണമായി പൊളിച്ചു പണിയണം. അത്ര ഗുണനിലവാരമില്ലാത്ത പണിയാണ്. ഈ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ശിക്ഷാ നടപടിക്ക് വിധേയമാക്കണം. ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ മിനിഞ്ഞാന്നാണ് ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചത്. അപ്പൊ ഇത്രയും കാലം ഈ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിച്ച് നിർത്തിയതാരാ? MB രാജേഷ് മറുപടി പറയേണ്ട വിഷയമാണ്. കാരണം അദ്ദേഹമാണ് ഈ ഉദ്യോഗസ്ഥന് പൊന്നാട നൽകുന്നത്, പുരസ്കാരം നൽകുന്നത്, അനുമോദനം നൽകുന്നത്. അയാളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളപൂശുന്നത്. 50% അഴിമതി. 2 കോടി രൂപയുടെ റോഡ് നിർമ്മാണത്തിൽ 1 കോടി രൂപ അഴിമതി. ഈ മാതിരി തീവട്ടിക്കൊള്ള MB രാജേഷിനല്ലാതെ വേറെ ആർക്കാണ് ഈ നാട്ടിൽ നടത്താൻ സാധിക്കുക? ഈ കേരളത്തിൽ ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇതിനെതിരായിട്ടാണ് ജനങ്ങളുടെ പ്രതിഷേധം ഇന്ന് ഈ പ്രദേശത്ത് ഉയരേണ്ടത്. കൊടിക്കുന്ന് മുതൽ കുളമുക്ക് വരെയാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. തൃത്താല മണ്ഡലത്തിലെ മിക്ക റോഡുകളുടെയും അവസ്ഥ ഇതുതന്നെയാണെന്നും ഇതെല്ലാം അന്വേഷണത്തിന് വിധേയമായാൽ വൻ തീവെട്ടിക്കൊളം നടത്തിയതായി കണ്ടെത്താനാകുമെന്നും VT ബൽറാം സൂചിപ്പിച്ചു. തീരദേശ ഫണ്ട് പാലക്കാട് ജില്ലയ്ക്ക് ലഭ്യമാവാത്ത സാഹചര്യത്തിൽ കൂടിയാണ് തൃത്താല മണ്ഡലത്തിലേക്ക് ഈ ഫണ്ട് ലഭ്യമാക്കിയതെന്നും ഇതിനു പിന്നിൽ വലിയ അഴിമതിയാണ് നടന്നിരിക്കുന്നതെന്നും VT ബൽറാം കുറ്റപ്പെടുത്തി. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് മാത്രമാണ് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. മുഴുവൻ കുറ്റക്കാർക്കെതിരെയും നടപടിയെടുക്കണം. CPM പ്രാദേശിക നേതാക്കളും അഴിമതി പണത്തിന്റെ പങ്ക് പറ്റിയിട്ടുണ്ടെന്നും VT ബൽറാം ആരോപിച്ചു. ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അതിന്റെ സങ്കല്പം എന്ന് പറയുന്നത് തീരദേശ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കടലാക്രമണം ഉണ്ടാകുമ്പോൾ അവിടെ കടൽ ഭിത്തി കെട്ടണം, അവിടെ റോഡ് തകരുമ്പോൾ ആ പ്രദേശങ്ങളിൽ ചെലവഴിക്കണം. മുൻകാലങ്ങളിലൊക്കെ കേരളം ഭരിച്ചിരുന്ന EMS സർക്കാർ മുതൽ ഉമ്മൻചാണ്ടി സർക്കാർ വരെയുള്ള എല്ലാ കാലത്തും ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ഫണ്ട് പാലക്കാട് ജില്ലയിൽ ചെലവഴിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അത് മാറ്റി. ഇവിടെ മാഷ് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലേക്ക് ഒരു ഫണ്ട് ഏത് കെയർ ഓഫിൽ വന്നാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. അതിന്റെ സാങ്കേതികത്വം പറഞ്ഞ് എതിർക്കാൻ നമ്മൾ മെനക്കെട്ടില്ല. പക്ഷേ ഇവിടെ പറഞ്ഞ പോലെ തീവട്ടിക്കൊള്ള നടത്താനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K വിനോദ് അധ്യക്ഷനായിരുന്നു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. DC സെക്രട്ടറി PV മുഹമ്മദ് അലി, പരുതൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ST നിസാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷാദാസ്, PV റിഷാദ് ബാബു, TP അലി, രാംദാസ് പരുതൂർ, സൗമ്യ സുഭാഷ്, അബി എടമന, PT ഷംസുദ്ദീൻ, V അബ്ദുള്ളക്കുട്ടി, M മണികണ്ഠൻ, CP മുഹമ്മദ് തുടങ്ങിയവരും പങ്കെടുത്തു. കൊടിക്കുന്ന് സെന്ററിൽ നിന്നും ആരംഭിച്ച ജാഥ കുളമുക്കിൽ സമാപിച്ചു. നിരവധി പ്രവർത്തകരും മാർച്ചിൽ അണിനിരന്നു. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പ്രകടനമിത കുളമുക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ വാഹനത്തെ തൊട്ടുപുറകിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കക്ഷി രാഷ്ട്രീയ ചിന്തകൾ മാറ്റിവെച്ചുകൊണ്ട് നാടിന്റെ വികസനത്തിനായി നിങ്ങൾ ഓരോരുത്തരും ഈ പ്രതിഷേധ ജ്വാലയിൽ അണിനിരക്കാൻ
പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് മൂസിൻ MLAയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സൗജന്യ എൻട്രൻസ് അറ്റ് ശ്രദ്ധ ക്ലാസുകൾക്ക് ശനിയാഴ്ച തുടക്കമാവും. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലാണ് ക്ലാസുകൾ നടത്തുക. നടത്തിപ്പിനായി സംഘാടക സമിതി രൂപവൽക്കരിച്ചു. മുഹമ്മദ് മൂസിൻ MLAയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന ഫ്രീ എൻട്രൻസ് അറ്റ് ശ്രദ്ധ ക്ലാസുകൾക്കാണ് നാളെ തുടക്കം കുറിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള സാധുസംഘം കഴിഞ്ഞ ദിവസം ചേർന്നു. ശ്രദ്ധ കൗൺസിൽ പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള യോഗവും ഇതോടൊപ്പം ചേർന്നു. 2 മാസം നീണ്ടു നിൽക്കുന്ന സൗജന്യ എൻട്രൻസ് അറ്റ് ശ്രദ്ധ എന്ന സൗജന്യ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ കോഴ്സാണ് നാളെ മുതൽ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ആരംഭിക്കുന്നത്. SSLC, +1, +2 സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് സൗജന്യ ക്ലാസുകൾ നടത്തുന്നത്. +2 വിദ്യാഭ്യാസത്തിന് ശേഷം ഇന്ത്യയിലെ വിവിധ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകൾക്ക് വേണ്ടി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എൻട്രൻസ് ലെവൽ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും അറിയേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം വിദ്യാർത്ഥികൾക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ക്ലാസ്സിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. ശ്രദ്ധാ കൗൺസിൽ അംഗങ്ങളെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു. MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി, ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ്, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയ പ്രസാദ്, വിളിയൂർ പഞ്ചായത്ത് അംഗം മുജീബ് കരുവാങ്കുഴി, ഡോക്ടർ KP ആഷിഫ്, ഡോക്ടർ അംസ, ഡോക്ടർ മുഹമ്മദ് കുട്ടി, T. ഗോപാലകൃഷ്ണൻ, വായനശാല പ്രതിനിധികൾ, അധ്യാപകർ, ശ്രദ്ധ കോർഡിനേറ്റർ മുഹമ്മദ് റഫീഖ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ മുന്നേറ്റമായിട്ടുള്ള ശ്രദ്ധയുടെ നേതൃത്വത്തിൽ സൗജന്യമായിട്ടുള്ള എൻട്രൻസ് കോച്ചിങ് പരിപാടി സംഘടിപ്പിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ അപേക്ഷ ക്ഷണിച്ചിരുന്നു. 400 ചില്ലാനും ആളുകളാണ് ഇപ്പോൾ ആ അപേക്ഷ തന്നിട്ടുള്ളത്. അവർക്കൊക്കെ തന്നെ സൗജന്യമായിട്ടുള്ള പരിശീലനം നൽകുകയാണ്. ആദ്യഘട്ടത്തിൽ ഈ വരുന്ന 13-ാം തീയതിയാണ് അതിൻ്റെ ലോഞ്ചിങ് നടക്കുന്നത്. പട്ടാമ്പി കോളേജിൽ വെച്ചാണ് നടക്കുന്നത്. രാവിലെ 9 മണിക്ക് 13-ാം തീയതി സെപ്റ്റംബർ 13-ന് രാവിലെ 9 മണിക്കാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികളൊക്കെ തന്നെ അന്ന് രാവിലെ പങ്കെടുക്കണം. അതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികൾക്ക് ഈ പരിശീലനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ 2 മാസം നീണ്ടു നിൽക്കുന്ന ഇതിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ കഴിയും. അപ്പോൾ വിദ്യാർത്ഥികളാകെ ഇത് സ്വീകരിച്ചു എന്നുള്ളതാണ് സന്തോഷമുള്ള കാര്യം. ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്വാഗത സംഘം എന്നുള്ള നിലക്ക് ഏറ്റവും മികച്ച രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു യോഗമാണ് പട്ടാമ്പിയിൽ ചേർന്നത്. തീർച്ചയായിട്ടും നേരത്തെ രജിസ്റ്റർ ചെയ്ത മുഴുവൻ കുട്ടികളും 13-ാം തീയതി രാവിലെ തന്നെ പട്ടാമ്പി കോളേജിൽ ഹാജരാവണമെന്ന്. തൃത്താല മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരായ കൂറ്റനാട് പ്രസ് ക്ലബ് അംഗങ്ങളുടെ ID കാർഡ് വിതരണം നടത്തി. ചാലിശ്ശേരി തൃത്താല പോലീസ് SHOമാരായ M. മഹേന്ദ്രസിംഗൻ, മനോജ് ഗോപി എന്നിവർ ID കാർഡുകൾ വിതരണം ചെയ്തു. ജനങ്ങളുടെ പ്രശ്നങ്ങളും സന്തോഷങ്ങളും സമൂഹത്തിന് മുന്നിൽ എത്തിക്കുന്ന കൂറ്റനാട് പ്രസ് ക്ലബിലെ മാധ്യമപ്രവർത്തകരുടെ സേവനം ഏറെ വിലപ്പെട്ടതാണെന്ന് SHOമാർ പറഞ്ഞു. ബ്ലൂ ഡയമണ്ട് ബിൽഡിംഗ് ഉടമ EV മുഹമ്മദ് മുഖ്യാതിഥിയായി, പ്രസിഡന്റ് C. മൂസ അധ്യക്ഷനായി. മാധ്യമപ്രവർത്തകരായ TVM അലി, അഷ്റഫ് ദേശമംഗലം, KG സണ്ണി, ഷിബിൻ, മധു കൂറ്റനാട്, K. വിനോദ്, SM അൻവർ, പ്രദീപ് ചെറുവാശ്ശേരി, വീരാവുണ്ണി മുള്ളത്ത്, ഉമശങ്കർ എഴുമക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാമ്പി കൊപ്പത്തെ വർക്ക്ഷോപ്പ് ജീവനക്കാരൻ ഷഹീറിന്റെ സത്യസന്ധതയിൽ മൻസൂറിന് ലഭിച്ചത് 7 വർഷം മുൻപ് കളഞ്ഞുപോയ സഹോദരിയുടെ സ്വർണ്ണാഭരണം. കാർ നേരെയാക്കുന്നതിനിടെയാണ് സ്വർണ്ണാഭരണം ലഭിച്ചത്. ഷഹീറിന്റെ സത്യസന്ധതയ്ക്ക് പൊന്നിനേക്കാൾ തിളക്കം. കാറിന്റെ എയർ കണ്ടീഷൻ തകരാർ പരിഹരിക്കുന്നതിനിടെ ലഭിച്ച 2.5 പവൻ സ്വർണ്ണാഭരണം കാർ ഉടമയ്ക്ക് തിരിച്ചു നൽകി വർക്ക്ഷോപ്പ് ജീവനക്കാരന്റെ സത്യസന്ധത. കൊപ്പം പട്ടാമ്പി റോഡിലെ കാർ AC വർക്ക്ഷോപ്പിലെ ഷഹീറാണ് പൊന്നിനേക്കാൾ വിലയുള്ള സത്യസന്ധത കാണിച്ച് കയ്യടി നേടിയത്. കാർ ഉടമ നെല്ലായ സ്വദേശി മൻസൂർ ഇമ്പാനുവിന്റെ സഹോദരിയുടെ കയ്യിൽ നിന്നും 7 വർഷം മുമ്പ് നഷ്ടമായ ആഭരണമാണ് ഇതോടെ തിരികെ ലഭിച്ചത്. ചൊവ്വാഴ്ചയായിരുന്നു സംഭവങ്ങൾക്ക് തുടക്കം. നെല്ലായ വേരെങ്കിൽ മൻസൂർ ഇമ്പാനു കാറിന്റെ AC-യുമായി ബന്ധപ്പെട്ട് തകരാർ പരിഹരിക്കാനാണ് കൊപ്പത്തെ വർക്ക്ഷോപ്പിൽ കാർ എത്തിച്ചത്. തുടർന്ന് തിരിച്ചു പോരുകയായിരുന്നു. കാറിന്റെ ഗിയർ കൺസോൾ ശരിയാക്കുന്നതിനിടെയാണ് സ്വർണ്ണ കൈ ചെയിൻ ഷഹീർ കണ്ടത്. ഉടൻ തന്നെ മൻസൂറിനെ വിളിച്ച് ഷഹീർ വിവരം അറിയിക്കുകയായിരുന്നു. മൻസൂർ എത്തി പരിശോധിച്ചപ്പോഴാണ് 7 വർഷം മുമ്പ് സഹോദരി സെമീറയുടെ പക്കൽ നിന്നും കളഞ്ഞുപോയ ആഭരണമാണ് ഇതെന്ന് മനസ്സിലായത്. പൊന്നിന്റെ വില അനുദിനം കുതിച്ചിരുന്ന ഈ വേളയിൽ സത്യസന്ധതയുടെ വില അളക്കാൻ കഴിയില്ലെന്ന് പട്ടാമ്പി സ്വദേശി കൂടിയ ഷഹീറിന്റെ പോലെയുള്ളവർ തെളിയിക്കുകയാണ്. ഇന്നലെ വരെ വണ്ടിയുടെ AC വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഉൾഭാഗം അഴിക്കുന്ന സമയത്താണ് ഈ സാധനം എനിക്ക് കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം കണ്ടപ്പോൾ കുഴപ്പമില്ലാത്തൊരു ഗോൾഡായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അവർക്ക് വിളിച്ചു, നിങ്ങളെ തന്നെയാണോ, അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഫോട്ടോ ഒന്ന് വിട്ട് നോക്കട്ടെ. അവർ വിട്ടപ്പോൾ പറഞ്ഞത് അവർ തന്നെയാണ്, ഇങ്ങനെ 7 വർഷം മുന്നേ നഷ്ടപ്പെട്ടതാണെന്ന് അവർ പറയുകയും ചെയ്തു. അപ്പോൾ അവരെ വിളിച്ചേൽപ്പിക്കുകയും ചെയ്തു. എന്തായാലും കൊടുക്കാൻ പറ്റിയതിൽ സന്തോഷം. സ്വർണം തിരിച്ചു കിട്ടിയതിൽ മൻസൂർ ഇമ്പാനുവിന്റെ കുടുംബവും വലിയ സന്തോഷത്തിലാണ്. വലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരൻ കൂടിയാണ് മൻസൂർ ഇമ്പാനു.
ഈ വണ്ടിയുടെ എ സിക്ക് ഒരു കംപ്ലൈൻറ്റ് വന്നു. എ സിക്ക് കംപ്ലൈൻറ്റ് വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് നെല്ലായ, രതീഷ് എന്ന് പറയും. അവർ പറഞ്ഞു ഇങ്ങനെ കൊപ്പത്ത് ഞാൻ അറിയുന്നൊരു വർക്ക്ഷോപ്പുകാരുണ്ട് ഷെഹീർ എന്ന് പറഞ്ഞിട്ട്, നല്ല വർക്ക്ഷോപ്പുകാരനാണ്, പിന്നെ നല്ല പണി അറിയുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു എന്നോട്. അങ്ങനെ ഞാൻ ഇവിടെ രാവിലെ വണ്ടി ഏൽപ്പിച്ചിട്ട് ഞാൻ ഡ്യൂട്ടി ഉണ്ടാകും. അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് പോയി. അങ്ങനെ ഉച്ച സമയത്തുണ്ട് ഈ ഷെഹീർ എന്ന ഇദ്ദേഹം എന്നെ വിളിച്ചു. നിങ്ങളെ വണ്ടി എ സിയുടെ ഗിയറിൻ്റെ കൺസോളിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഗോൾഡ് ബ്രേസ്ലെറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ അങ്ങനെ ആലോചിച്ചു, ബ്രേസ്ലെറ്റ് പെട്ടെന്നൊക്കെ ആലോചിച്ചില്ല. കാരണം ഒരു 7 വർഷം മുമ്പ് എൻ്റെ സഹോദരിയുടെ ഒരു ബ്രേസ്ലെറ്റ് നഷ്ടപ്പെട്ടു. പക്ഷേ വണ്ടിയിൽ നിന്നാണ് നഷ്ടപ്പെട്ടതെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല. അത് ഞങ്ങളൊരു അയൽവാസിയുടെ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കേണ്ട ആവശ്യം വന്നു. അങ്ങനെ കല്യാണ ചടങ്ങിൽ ആ സമയത്ത് ഫോട്ടോയിലൊക്കെ കയ്യുമ്പോൾ ബ്രേസ്ലെറ്റ് ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ വീട്ടിലെത്തി നോക്കുമ്പോഴാണ് സിസ്റ്ററിൻ്റെ കയ്യിൽ ബ്രേസ്ലെറ്റ് ഇല്ല. അങ്ങനെ തിരിച്ചു ഞങ്ങൾ വീണ്ടും ഓഡിറ്റോറിയത്തിലേക്ക് പോയി. അങ്ങനെ കുറേ നോക്കി, ഞങ്ങൾക്ക് ഒരു വിവരം കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ യാദൃശികമായിട്ട് ആരെങ്കിലും കയ്യിൽപ്പെട്ടു, അവർ കൈവശം വെച്ചിട്ടുണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഷെഹീർ എന്ന ഈ നല്ല മനുഷ്യൻ അങ്ങനെ തന്നെ പറയണം. കാരണം ഏകദേശം ഒരു 2.5 പവൻ, ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2 ലക്ഷം രൂപ വില മതിക്കുന്ന ഒരു ബ്രേസ്ലെറ്റാണ് ഇദ്ദേഹം. ഞാൻ പോലും ഇവിടെ ഇല്ല, കാരണം ഈ ഷെഹീർ എന്ന ആളെ ഞാൻ മുമ്പ് പരിചയം പോലും ഇല്ല. അങ്ങനെ ഇദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു വണ്ടിയിൽ നിന്ന് കൺസോളിൽ നിന്ന് ഒരു സ്വർണ്ണ ചെയിന് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി. അപ്പം തന്നെ ഇദ്ദേഹം എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. ഞാൻ എൻ്റെ സഹോദരിക്ക് അയച്ചു കൊടുത്തു. ഇത് അന്ന് പോയ ബ്രേസ്ലെറ്റ് തന്നെയെന്ന് ഉറപ്പുവരുത്തി. തീർച്ചയായും ഇന്നത്തെ സമൂഹത്തിന് ഈ ഷെഹീർ എന്ന വ്യക്തിയെ പോലെ ഒരാളെ നന്മ നിറഞ്ഞ ആളാണെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. വളരെ സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ ഈ സ്വർണ്ണ ചെയിൻ അദ്ദേഹം എന്നെ ഏൽപ്പിക്കുകയാണ് ഇന്നലെ. പരുതൂർ ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച കാരമ്പത്തൂർ കരുമുടി വാര്യത്ത് രാമുണ്ണി വാര്യർ സ്മാരക അങ്കണവാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്രിയ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് നിഷിതാദാസ് അധ്യക്ഷത വഹിച്ചു. അങ്കണവാടിക്ക് വേണ്ടി സ്ഥലം വിട്ടു നൽകിയ രാമകൃഷ്ണൻ എന്ന കുട്ടനെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ MP ഹസൻ, വഹിദ ജലീൽ, ബ്ലോക്ക് മെമ്പർ PTM ഫിറോസ്, വാർഡ് മെമ്പർമാരായ അനിത രാമചന്ദ്രൻ, രജനി ചന്ദ്രൻ, MP ഉമ്മർ, AKM അലി, സൗമ്യ സുഭാഷ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സാബു, ICDS സൂപ്പർവൈസർ റീന തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികമേള സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിലായാണ് കായികമേള നടത്തിയത്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ തല കായികമേളയാണ് 2 ദിവസങ്ങളിലായി നടത്തിയത്. കായികമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉയരത്തിലെത്താൻ സാധിക്കട്ടെ. എല്ലാ വിഭാഗങ്ങളിലും നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി തന്നെ അതിലെല്ലാം പങ്കെടുത്തുകൊണ്ട് ആ പങ്കെടുക്കുന്ന സമയങ്ങളിൽ വീറും വാശിയോടും നിങ്ങളുടെ മുഴുവൻ അധ്വാനവും അതിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ കളി തീർന്നു പോരുമ്പോഴത്തേക്കും നിങ്ങൾ ആ വിദ്വേഷം എല്ലാം മാറ്റിവെച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. എന്തായിരുന്നാലും കളിക്കളത്തിൽ നല്ല വീറും വാശിയോടുകൂടി പ്രയത്നിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഇവിടെ യെല്ലോ, ഗ്രീൻ, ബ്ലൂ, റെഡ് 4 ഹൗസുകളാണ്. എല്ലാ ഹൗസുകൾക്കും വിജയം ആശംസകളോടെ അറിയിക്കുകയാണ്. ഈ വർഷത്തെ 2025 വർഷത്തെ അത്ലറ്റ് മീറ്റ് ഔപചാരികമായ ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. PTA പ്രസിഡന്റ് C റാസി അധ്യക്ഷനായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷ A ആനന്ദവല്ലി, പ്രിൻസിപ്പൽ K വിജയൻ, പ്രധാനാധ്യാപിക ഗീത, ഗോപാലകൃഷ്ണൻ, ഹക്കീം, ഷാനവാസ്, മറ്റു അധ്യാപകർ, PTA ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്തു. വിവിധ മത്സര ഇനങ്ങളിലായി 1200ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ഉപജില്ലാ കായികമേളയ്ക്ക് മുന്നോടിയായാണ് സ്കൂൾ തല കായികമേള സംഘടിപ്പിച്ചത്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.